നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒട്ടും പോരാ, നിനക്കൊണ്ട് ഒന്നിനും കഴിയില്ല, നിനക്ക് ഇതിനുള്ള കഴിവൊന്നും തീരെ ഇല്ല, നിനക്ക് അപ്പുറത്തെ വീട്ടിൽ നോക്ക്, ഇപ്പുറത്തെ വീട്ടിൽ നോക്ക്, അവരെ നോക്കി പഠിക്കുക, ഇവരെ നോക്കി പഠിക്കുക, നിന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് കേട്ട് 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 വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ സ്കൂളിങ്സിനെയും എൻ്റെ പഠിപ്പിനെയും എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ബിഹേവിയർ, എൻ്റെ ക്യാരക്ടർ എല്ലാത്തിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. എൻ്റെ ചെറുപ്പ കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് ഞാൻ വളർന്ന് വന്നതും. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി ഇഷ്യൂസ്, എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ട് 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 വളർന്നതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ അത് ഒരുപാട് ട്രോമറ്റൈസിങ് സിറ്റുവേഷൻസ് ആയിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ മാനസികമായിട്ട് ഒരു കുട്ടിയുടെ ഒരു മൈൻഡ് തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ കുട്ടിയുടെ മുന്നിൽ അത് കാണിക്കുമ്പോൾ ആ കുട്ടിക്ക് അത് എത്രത്തോളം മൈൻഡിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിങ്ങനെ റെക്കോർഡായിട്ട് നിൽക്കുന്നുള്ളത്, ഇത് പല പാരൻസും അവർ ആ കാര്യം ചിന്തിക്കുന്നതേ ഇല്ല. എൻ്റെ ലൈഫും അങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ കേട്ട് കേട്ട് കണ്ട് 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 വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റഡീസിലും കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ എനിക്ക് അതിനുള്ള ഇഷ്ടവും താല്പര്യവും ഒന്നും ഇല്ലാതായി. അങ്ങനെ ഞാൻ ഒട്ടും പഠിക്കാത്ത, ഒട്ടും താല്പര്യമില്ലാത്ത, സ്റ്റഡീസ് സ്കൂളിൽ പോകുന്നതിന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ടൈപ്പ് ഓഫ് ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ മാറി. അങ്ങനെ എനിക്ക് മാർക്സും ലോ ആയിരുന്നു. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെറെ കേൾക്കേണ്ടി വരും. കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഇല്ല. ആ ഒരു മൈൻഡ് തന്നെ നമുക്ക് മാറിപ്പോവും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കണ്ട് കണ്ട് വളർന്നു കഴിഞ്ഞാൽ ഇത് പാരൻസ് ഒരിക്കലും അവരുടെ ഒരു പ്രശ്നം, അവരുടെ ഒരു ദേഷ്യം മാത്രം അവർ ആ ഒരു ടൈമിൽ കണക്കാക്കിയിട്ട് വഴക്കുണ്ടാക്കുള്ളൂ. എങ്കിലും അത് കേട്ട് നിൽക്കുന്ന, കണ്ടു വളരുന്ന കുട്ടികൾക്ക് അതൊരു വലിയ ഒരു മെൻ്റൽ ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് പാരൻസ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഇഷ്യൂസ് കണ്ടിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനോട് സംസാരിക്കില്ല, ടീച്ചേഴ്സിനോട് സംസാരിക്കില്ല, ഒന്നിനും ഞാൻ അങ്ങനെയുള്ളൊരു കുട്ടിയായിട്ട് മാറി. ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ പേരൻസും എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ആരെടുത്തും സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യമോ മോട്ടിവേഷനോ ഒന്നും തന്നെ എനിക്ക് സീറോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അങ്ങനെയുള്ള ഒരാൾ പിന്നീട് വലുതായി മാറിയ ശേഷം വലിയൊരു കുട്ടിയായി എൻ്റെ ലൈഫും എൻ്റെ കാര്യങ്ങളും ഞാൻ എപ്പോഴാണോ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരണം, നമ്മളാരും പുഷ് ചെയ്യാൻ ആൾക്കാരില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് എൻ്റെ ലൈഫ് കുറച്ചെങ്കിലും ഒന്ന് ചേഞ്ച് ആയി എന്ന് പറയാം. സോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളുടെ മുന്നിൽ തല ഉയർത്തി സംസാരിക്കാൻ പോലും മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ആരോടും സംസാരിക്കില്ലായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ലൈക്ക് അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രത്തോളം ധൈര്യമായിട്ട് ഫേസ് കാണിച്ച് ആൻഡ് ഒട്ടും മേക്കപ്പൊന്നും ഇല്ലാതെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇത്ര ധൈര്യത്തോടെ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ സംസാരിക്കാനുള്ള ഒരു കറേജും ആ ഒരു ധൈര്യവും കാണിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു വന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നെ ഞാൻ തന്നെ ചേഞ്ച് ആക്കി എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാർക്ക് എത്താവുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഞാനിങ്ങനെ ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുന്നു, അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, അത് ആൾക്കാർ കാണുന്നു, അവരെന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കമൻസ് ഒക്കെ ഇടുന്നു. ആൻഡ് ഇത് നമുക്ക് അറിയുന്ന ആൾക്കാർ കാണും, അറിയാത്ത ആൾക്കാർ കാണും, എല്ലാവരും കാണും. എന്നാലും എൻ്റെ ഒരു കറേജ് ആലോചിക്കുമ്പോൾ എനിക്കിന്നിപ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു ചേഞ്ച് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ ആരും ഇങ്ങനെ ചേഞ്ച് ആവും, നീ ഇങ്ങനെ എനിക്ക് ഇത്രത്തോളം മോട്ടിവേഷൻ തന്നു, ഇങ്ങനെ സംസാരിക്കണമെന്നോ ഇങ്ങനെ ആവണം എന്നൊന്നും ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ വലിയൊരാളായി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും എനിക്കുള്ളിൽ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ക്യാമറ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, നാലാളുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ തന്നെ എനിക്കുള്ളിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ ഞാൻ പറയാം. ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കാനോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മടിയാണ്, എനിക്ക് ചമ്മലാണ്, നാണക്കേടാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മളുടെ കാര്യങ്ങൾ മാറണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ബാക്കിയുള്ളവർ വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ടോ ബാക്കിയുള്ള മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ടോ ഒന്നും നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ നന്നാവാൻ പോകുന്നില്ല. ആ ഒരു മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ധൈര്യമായിട്ടും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു, ഞാൻ ഭയങ്കര ഇന്ന ആളാണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുമെങ്കിലും അതൊന്നും സത്യമല്ല. അതൊക്കെ കുറച്ച് ടൈമിലേക്ക് മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ആരാണോ, നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ആരായിട്ടാണോ നമ്മളെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് അയാളായിട്ട് തന്നെ നമ്മൾ മാറുന്നുള്ളതാണ് സത്യം. സോ നിങ്ങൾക്ക് ഇതേപോലെ സംസാരിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയസിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യണം, ക്വാളിറ്റി ഇല്ല, അതായത് എൻ്റെ വീഡിയോക്ക് ക്വാളിറ്റി
ക്യാമറ ക്വാളിറ്റി തീരെ ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു കണ്ടൻറ്റിൽ വളരെ മോശമായിട്ടുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടായാൽ മതി. അല്ലാതെ അങ്ങനെയുള്ള ഒരു വീഡിയോസൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ആ ഒരു തോട്ടിനെ, ആ ഒരു ചിന്തനെ നിങ്ങളുടെ ഡ്രീംസിൽ മാത്രം വയ്ക്കാതെ അത് റിയാലിറ്റിയിലോട്ട് എത്തിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ബിക്കോസ് നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് നമ്മുടെ ആ ഒരു പണ്ടത്തെ മാർക്ക് വെച്ചിട്ടോ ചുറ്റുപാടുള്ള ആൾക്കാർ പറഞ്ഞ് നമ്മളെ കളിയാക്കിയത് വെച്ചിട്ടൊന്നും നമ്മൾ തീരുമാനിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവർ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളതിനെ ട്രൈ ചെയ്യണം. സോ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം മോട്ടിവേഷനായിട്ട് തോന്നിയെങ്കിൽ എനിക്കൊരു ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ തോട്ട്സ് എന്താണോ അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എനിക്കറിയിക്കണേ. ആൻഡ് ടുഡേ ഇസ് ഡേ 2 ഓഫ് കൺസിസ്റ്റൻ്റ്ലി അപ്ലോഡിങ് വീഡിയോസ് ഇൻ യൂട്യൂബ്. സോ ഇന്ന് എൻ്റെ ഡേ 2 ആണ്. ഞാൻ ഇന്നലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഈ ഒരു കുഞ്ഞി ഫാമിലിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും കൂടെ ഒത്തുചേരണേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് മീ. ആൻഡ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു.